കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സ്റ്റാഫ് ക്വാർട്ടേഴ്സുകൾ കാട് കയറി നശിക്കുന്നെന്ന് പരാതി. തൃശൂർ നഗരത്തിൽ ദേവസ്വം ബോർഡ് ഓഫീസിനോട് ചേർന്ന കെട്ടിടങ്ങളാണ് ഉപയോഗശൂന്യമായി മാറിയിരിക്കുന്നത്. ജീവനക്കാർ താമസത്തിന് മറ്റു മാർഗങ്ങൾ തേടുമ്പോഴാണ് ക്വാർട്ടേഴ്സുകളോട് ബോർഡിന്റെ അവഗണന. ഹൗസ് റെന്റ് അലവൻസിനത്തിൽ ജീവനക്കാർക്ക് വേണ്ടി ദേവസ്വം ബോർഡ് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോഴാണ് ഈ കെട്ടിടങ്ങൾ അത്രയും കാട് കയറി നശിക്കുന്നത്. 2 വർഷമായി അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നതോടെയാണ് ക്വാർട്ടേഴ്സുകൾ ഉപയോഗശൂന്യമായത്. ഇക്കാര്യം സൂചിപ്പിച്ച് ജീവനക്കാർ അടക്കമുള്ളവർ ബോർഡിനെ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. എന്നാൽ ക്വാർട്ടേഴ്സുകൾ സംരക്ഷിക്കുന്നതിനോ നവീകരിക്കുന്നതിനോ ഇതുവരെ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. ബന്ധപ്പെട്ട കമ്മീഷണറോടൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് അന്നാളത്തെ മെയിൻ്റനൻസ് കമ്മീഷൻ നേരിട്ട് ചെയ്യേണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ മാറി വരുന്ന ബോർഡുകളും അതൊക്കെ അത് വേണ്ടാന്ന് വെച്ചിട്ട് അതിപ്പോൾ ഇങ്ങനെ ഈ നിലയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ പിന്നെ രാത്രി കാലത്ത് ഈ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ പാമ്പ് വരും, അതിന് പട്ടികളുടെ ശല്യമാണ്. വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നവർ പ്രതികരിച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അവർ സ്ഥലം മാറ്റും, അല്ലെങ്കിൽ അവരെ വേറെ വല്ല കള്ളക്കേസിൽ കുടുക്കിയിട്ട് സസ്പെൻഡ് ചെയ്ത് വീട്ടിലിരുത്തും. പണമില്ലാത്ത കാരണം കൊണ്ടല്ല ദേവസ്വം ക്വാർട്ടേഴ്സുകൾ സംരക്ഷിക്കാതിരിക്കുന്നത് എന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. ബോർഡിലെ ചില പ്രധാനികൾക്ക് താല്പര്യമുള്ളവർക്ക് പല സമയങ്ങളിലും കെട്ടിടങ്ങൾ അനുവദിക്കാറുണ്ടെന്നും ഇവർ പറയുന്നു. വിവിധ ജില്ലകളിൽ നിന്ന് തൃശൂരിലെത്തി ജോലി ചെയ്യുന്ന നിരവധി പേരാണ് ദേവസ്വം ബോർഡിന് കീഴിലുള്ളത്. ഇവർ താമസ സൗകര്യത്തിനായി മറ്റു മാർഗങ്ങളാണ് തേടുന്നത്. ഈ സാഹചര്യം പരിഗണിച്ച് ക്വാർട്ടേഴ്സുകൾ അടിയന്തരമായി നവീകരിച്ച് അർഹതപ്പെട്ടവർക്ക് കൈമാറണമെന്നാണ് ആവശ്യം. ന്യൂസ് മലയാളം, തൃശൂർ.